ഒരുപാട് കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ചോദ്യത്തിലൂടെ എല്ലാ മെമ്പർമാരും ശ്രദ്ധിച്ചാൽ ഒരു ചോദ്യം, ഗൗരവകരമായ ഒരു 5 ചോദ്യം നിയമസഭയിൽ ചോദിക്കുകയും അതിന് ഉത്തരം പറയുന്ന മന്ത്രി അത് ഗൗരവത്തോടു കൂടി പഠിച്ചുകൊണ്ടുവന്ന് മറുപടി പറയുകയും ചെയ്താൽ സൈഡ് ലൈൻഡായിട്ട് കിടക്കുന്നൊരു സംഭവം നമുക്ക് ഫോക്കസിൽ കൊണ്ടുവരാൻ പറ്റും. 5 പേര് ചോദിച്ചാൽ മതി, 5 പേര് അതിൻ്റെ 5 ആംഗിളിൽ നിന്ന് ചോദിച്ചാൽ മതി. ആ മന്ത്രി അതനുസരിച്ച് നിന്നാൽ ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ, പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡായ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായിട്ടൊരു പ്രിവിലേജാണ്. അവർക്ക് വീൽ ചെയർ ഉന്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള റാമ്പ് ഉണ്ടാവും ഏത് ബിൽഡിങ്ങിലും. അവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സ്ഥലം ഉണ്ടാവും. വണ്ടി കയറി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ സീറ്റ് ഉണ്ടാവും. ഒരു പബ്ലിക് യൂട്ടിലിറ്റി ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ടോയ്ലറ്റ് ഉണ്ടാവും. ഞാനപ്പോൾ ഇത് കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും. നമ്മുടെ നാട്ടിലെ സെക്രട്ടേറിയറ്റിൽ പോലും അങ്ങനെ ഒരു റാമ്പില്ല, കളക്ടറേറ്റിലില്ല. ഒരു വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ പല പൊതുസ്ഥാപനങ്ങളിലും. പല സ്ഥലത്തും അവർക്ക് ടോയ്ലറ്റ് ഇല്ല, പല സൗകര്യങ്ങളും ഇല്ല. അപ്പം നമ്മുടെ ഒരു സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും മാറ്റം വേണം. അപ്പം എൻ്റെ ഓർമ്മ 2008-ലോ 2009-ലോ ആണെന്നാണ് ഞാനൊരു സബ്മിഷൻ കൊണ്ടുവന്നു. ഈ ബിൽഡിംഗ് റൂൾസിൽ അമെൻഡ് ചെയ്ത് ഇവർക്കെല്ലാം ഒരു ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. കേരളത്തിൽ ഒരു പുതിയ ബിൽഡിംഗ് വന്നാൽ അതിൽ റാമ്പ് ഉണ്ടാവണം, ടോയ്ലറ്റ് ഉണ്ടാവണം, പാർക്കിംഗ് സ്പേസ് ഉണ്ടാവണം. ഇത് പ്രത്യേകമായി ബിൽഡിംഗ് റൂൾസ് ചെയ്യണമെന്നാണ്. അന്നത്തെ മന്ത്രി എന്തോ മറുപടി പറഞ്ഞു. പക്ഷേ അന്ന് ഇരുന്ന CTP അദ്ദേഹം ഗ്യാലറിയിലുണ്ടായിരുന്നു, ചീഫ് ടൗൺ പ്ലാനർ. അദ്ദേഹം ഇത് വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചു. എൻ്റെ ഓർമ്മ അദ്ദേഹം ജേക്കബ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പിന്നെ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ബിൽഡിംഗ് റൂൾസിൽ ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അദ്ദേഹം തന്നെ മുൻകൈ എടുത്തു. അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി നന്നായിട്ട് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഒരു സ്കൂൾ പുതിയ ബിൽഡിംഗ് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ബിൽഡിംഗ് എവിടെ ഉണ്ടാക്കിയാലും അവിടെയെല്ലാം ഈ റാമ്പ് കമ്പൽസറിയാണ്. റാമ്പുണ്ട് എല്ലായിടത്തും. അപ്പം നമുക്കൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ ഭിന്നശേഷിക്കാരുടെ, നമ്മൾ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ കാണുന്നൊരു സംഭവം നമ്മുടെ നാട്ടിലും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിയമസഭയിൽ വന്ന് പറഞ്ഞൊരു കാര്യം യാഥാർത്ഥ്യമായി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരിക്കലും ഞാൻ എറണാകുളത്ത് ഡർബാർ ഗ്രൗണ്ടിൻ്റെ അവിടെ കൂടി നടക്കുമ്പോൾ ഈ കുട്ടികൾ, പറക്കുന്ന കുട്ടികൾ നമ്മുടെ ഡിസ്പോസിബിൾ സിറിഞ്ച് പറക്കിയെടുക്കുകയാണ്. അപ്പോൾ IV ട്യൂബൊക്കെ പറക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു പ്രായമുള്ള ആളും അവരെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇതെന്തിനാണ് പറക്കിയെടുക്കുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കഴുകിയിട്ട് തിരിച്ച് വീണ്ടും വരുമെന്ന് പറഞ്ഞു, മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ അന്ന് ഹെപ്പറ്റൈറ്റിസ് ബിനെ കുറിച്ചൊക്കെ കേൾക്കുന്ന കാലമാണ്. ഡിസ്പോസിബിൾ സിറിഞ്ചാണ്. ഒരാളെ ഇഞ്ചെക്ട് ചെയ്താൽ അത് നശിപ്പിച്ച് കളയേണ്ടതാണ്. ശരിക്കും ഇൻസിനറേറ്ററിൽ ഇട്ടിട്ട് അത് പൊടിച്ച് കളയേണ്ടതാണ് ശരിക്കും, പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഞാനോർത്ത് ഇതിനകത്ത് നിയമമൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ആംപുട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കാല് മുറിച്ച് കളഞ്ഞാൽ ആ കാല് കൊണ്ട് പൊതുനിരത്തിലാണ് കൊണ്ടു കളയുന്നത്, പബ്ലിക് വേസ്റ്റിലാണ് കൊണ്ടു കളയുന്നത്. കൈ മുറിച്ച് കഴിഞ്ഞാൽ അവിടെയാണ്. അല്ലെങ്കിൽ ഈ ഗൈനക്കായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ റോട്ടിലാണ് കൊണ്ടുപോയിടുന്നത്. ഇപ്പോൾ എന്തൊരു അപകടകരമാണ് മെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ 91-ൽ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് സെൻറ്ററിലുണ്ട്. കേരളത്തിലത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ബഹളം ഉണ്ടാക്കി. അസംബ്ലിയിൽ ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഈ സംഭവങ്ങളിലെ ഒരു പശ്ചാത്തല വിവരണവും ഇത് എത്രമാത്രം രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാം, അതുകൊണ്ട് എല്ലാ ആശുപത്രികളിലും കമ്പൽസറി ആയിട്ട് ഇൻസിനറേറ്റർ വെക്കണം, ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്ത് അത് ഏറ്റവും ആധുനികമായ രീതിയിൽ സംസ്കരിക്കണം എന്നൊരാവശ്യം വെച്ചു. പിന്നീട് ഞാനത് സബ്ജക്റ്റ് കമ്മിറ്റികളിലും മറ്റിടത്തുമൊക്കെ വലിയ ബഹളം ഉണ്ടാക്കി. അവസാനം കേരളത്തിലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് നടപ്പാക്കാൻ തീരുമാനിച്ചു. പാലക്കാട് IMA പ്രത്യേകമായി ഇത് ആശുപത്രികളിൽ നിന്ന് പ്രത്യേക ബാഗിൽ കളക്ട് ചെയ്ത് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് സംസ്കരിക്കാനുള്ള ഇപ്പോൾ വലിയ സംവിധാനമാണ്. ഇപ്പോൾ IMA മാത്രമല്ല,
വേറെ പ്രൈവറ്റ് ഏജൻസികളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ആശുപത്രികളിലും ഇൻസിനറേറ്റർ സ്ഥാപിച്ചു, ഡിസ്പോസബിൾ സിറിഞ്ചും ഡിസ്പോസബിൾ IV ട്യൂബും. അപ്പോൾ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധ വെച്ചാൽ, നമ്മളൊന്ന് സ്ട്രോങ് ആയി അതിൻ്റെ പുറകെ കുറച്ച് നാൾ ക്യാമ്പയിനായിട്ട് നടന്നാൽ അത് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. അതിന് ഞാൻ വരാനിരിക്കുന്ന MLA മാരോടും ചെറുപ്പക്കാരായിട്ടുള്ള MLA മാരോടും പറയുകയാണ്, ഇങ്ങനെ മനസ്സിൽ നമുക്കത് ചെയ്യണം, അതൊരു മാറ്റം ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നിയാൽ അതിനുള്ള ഏറ്റവും നല്ല വേദിയാണ് അസംബ്ലി. അങ്ങനെ കൂടി നമുക്ക് ഉപയോഗപ്പെടുത്തണം.